ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാരീബ് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ എന്ത് ആക്ഷനാണ് അടുത്തതായി എടുക്കാൻ പോകുന്നത്, റിലേഷൻഷിപ്പിൽ അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതാണ് കുറച്ചും കൂടി ഈസി. ഓക്കെ, സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് വാൻസ്, 10 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് പെൻറ്റിക്കിൾ, ക്യൂൻ ഓഫ് വാൻസ്, ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്, ദ സ്റ്റാർ കാർഡ്, 3 ഓഫ് പെൻറ്റിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കറൻ്റ്ലി അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു കണക്ഷൻ എൻഡായി എന്ന് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേപോലെ വിചാരിക്കുന്നുണ്ട്. ഇനി ഇതിലൊരു പുതിയ തുടക്കം ഉണ്ടാകില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ നടന്നാൽ മാത്രമായിരിക്കും ഇനി ഈ ഒരു പേഴ്സൺ തിരിച്ചു വരിക, റീകൺസിലേഷൻ സംഭവിക്കുക, റീയൂണിയൻ നടക്കുക എന്ന് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേപോലെ ചിന്തിക്കുന്നുണ്ട്. മേ ബി എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം എൻഡായി പോയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം. വേറൊരു പേഴ്സൺ വന്നിട്ടോ, ഫാമിലി കാരണമോ, സിറ്റുവേഷനോ, ക്യാഷ് വേസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ, നിങ്ങളുടെ ഇടയിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ട് ബ്രേക്ക് ആയിട്ടുള്ളതായിട്ടും ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേപോലെ ഒരു മാസ്ക് ഇട്ട രീതിയിൽ നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും പുറത്തു പറയാൻ പറ്റാതെ, ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിയാതെ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കുമുള്ള നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയല്ല. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടം ഇപ്പോഴും മനസ്സിലുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മേ ബി അതുകൊണ്ടുകൂടി ഇങ്ങനെ ഈ ഒരു കണക്ഷനിൽ ഇങ്ങനെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയും കാര്യങ്ങളും ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഈ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. സോ അതിനൊരു റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ റഷ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നാലും, സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് പൈലിൽ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മേ ബി കുറച്ചൊരു ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താൽ പോലും റെസ്പോണ്ട് ചെയ്യാത്തൊരു പേഴ്സണെ വരെയും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്മൂത്ത് ഗോയിങ് ആണെങ്കിലും അതൊരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലേക്ക് പോകാനുള്ള ഒരു ചാൻസ്, അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്, നേരിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അല്ലാതെ ഒരു സെപ്പറേഷനുള്ളവർക്ക് ഈ പേഴ്സൻ്റെ സ്വഭാവം നിങ്ങൾക്കൊട്ടും മനസ്സിലാക്കാനോ, എന്തുകൊണ്ടിങ്ങനെ ഈ പേഴ്സൺ ബിഹേവ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ക്ലാരിറ്റി കിട്ടാത്ത സിറ്റുവേഷനും, സോ ഒന്നിനും ഒരു ക്ലാരിറ്റിയും തരുന്നില്ല, സംസാരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ അങ്ങനെയല്ല, ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട്. വീണ്ടും ഒരു ഡീപ്പ് കണക്ഷനിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മാറ്റി നിർത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ. അത് സിറ്റുവേഷൻ കാരണമാണ്. മേ ബി നിങ്ങൾക്കിതിലും നല്ലൊരു ലൈഫ് കിട്ടുമെന്ന് ആ പേഴ്സണൊരു തോന്നലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കാട്ടി നല്ലൊരു ബെറ്റർ പേഴ്സൺ, നല്ലൊരു ഫാമിലി കാര്യങ്ങൾ, ഈ പേഴ്സൺ കൂടെ നിന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പോകും, അങ്ങനെ നെഗറ്റീവായിട്ട് ആ പേഴ്സണെ പറ്റി തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം മാറി നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു അഡിക്ഷൻ പോലെ ഈ പേഴ്സണടുത്തൊരു അഡിക്ഷനാണുള്ളത്. സോ എന്തെങ്കിലും കാരണത്താൽ ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത് കണ്ടിട്ടും ഈ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇത് ശരിയാകില്ല, ഈ കണക്ഷൻ മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളതെല്ലാം തന്നെ. പക്ഷേ ഇപ്പോഴും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ട്, ഇപ്പോഴൊരു മാസ്ക് ഇട്ട രീതിയിലാണ് നിൽക്കുന്നത്.
കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കണക്ഷൻ എൻഡാവുന്നതിനെ പറ്റി നിങ്ങളുടെ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. ഇത്രയും മാറ്റി നിർത്തിയിട്ടും നിങ്ങളെ സ്പൈ ചെയ്യുന്ന സിറ്റുവേഷൻ കാണിക്കുന്നു. ആ പേഴ്സൻ്റെ മനസ്സിൽ എല്ലാ ഫീലിങ്സും നിങ്ങളുടെ അടുത്ത് കുറേ സംസാരിക്കണം, കാണണം എന്നുണ്ടെങ്കിലും എല്ലാം പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു. അല്ലെങ്കിൽ ഇത് ശരിയാകില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് അവിടെ വരുന്നുണ്ട്. പലർക്കും ഒരു ഫാമിലി ലൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു പാഷനുണ്ട്. ഫോട്ടോസൊക്കെ ഇപ്പോഴും നോക്കുന്നുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫാമിലി റീയൂണിയനെ പറ്റി ആ പേഴ്സൺ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊരു ചാൻസും കൂടി കിട്ടുന്നതാണ്, ഒരൊറ്റ ചാൻസും കൂടി. ഓക്കെ, സോ അതിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിനനുസരിച്ചിരിക്കും എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. മേ ബി ഒരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ ഒരുമിക്കാമെന്ന രീതിയിലൊരു കോൺവെർസേഷൻ, മെസ്സേജ്, കോൾ, ഒരു സർപ്രൈസായിട്ട് ഈ പേഴ്സൺ വന്ന് നിങ്ങളെ മീറ്റ് ചെയ്യുക, എവിടെയെങ്കിലും വെച്ചിട്ട് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊരു മാരേജ്, ഒരു പ്രപ്പോസലിലോട്ടൊക്കെ പോകാനും അല്ലെങ്കിൽ ആ പേഴ്സൺ തന്നെ അടുത്തൊരു ആക്ഷൻ എടുത്ത് ഒരു എൻഗേജ്മെൻറ്റ്, മാരേജിലോട്ടും നല്ലൊരു ഫാമിലി ലൈഫിലേക്കും ആ പേഴ്സൺ ഓഫർ ചെയ്യണമെന്നുണ്ട്. സോ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുക. പലർക്കും പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആണ്. പക്ഷേ ഒറ്റ ചാൻസേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വഴക്കുണ്ടാക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഫോർഗീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പലർക്കും ഇവിടെ ഒരു 4 വീക്സ്, 4 ഡേയ്സ്, 4 മന്ത്സ് സമയത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഒരു ഫാമിലി ലൈഫ് എന്ന രീതിയിൽ തന്നെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, റീകൺസിലേഷൻ, റീയൂണിയൻ, ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ്, നേരിട്ട് മീറ്റ് ചെയ്യുക, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് 4 ഡേയ്സ്, 4 വീക്സ്, 4 മന്ത്സ്. 4 എന്ന് പറയുന്ന നമ്പർ തന്നെ അല്ലെങ്കിൽ 44444 എന്ന് പറയുന്ന നമ്പർ തന്നെ സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണല്ലേ. അതാണ് എനിക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ സൺ കാർഡാണ് ഫ്യൂച്ചറിനെ കാണിക്കുന്ന യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും എല്ലാം ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്ന സമയമാണ്. സോ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി വിത്ത് ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി. പേഴ്സൺ സ്റ്റേബിൾ ആകണം, അതാണ് ഏറ്റവും വലിയൊരു സ്റ്റേബിൾ. അതായത് ക്യാഷ് വേസ് സ്റ്റെബിലിറ്റിയോടുകൂടി തന്നെ ഒരു ഫാമിലി ലൈഫാണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എല്ലാ ഇഷ്യൂസും സോൾവ് ആയാലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, മേ ബി ഇപ്പോൾ ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ ജോലി കിട്ടിയിട്ട് വരാം, കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വെച്ചിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫാമിലിയാണ് എതിർത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും സമ്മതം കിട്ടിയതിന് ശേഷം നിങ്ങളടുത്തേക്ക് വരാൻ നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു ഇത്രയും നാൾ. അതിനൊരു മാറ്റം വരാൻ പോകുന്നു. ഇനിയും നിങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സണെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുന്നത് വർത്താണ് എന്നാണ് എനിക്കിവിടെ ഫസ്റ്റ് പൈലിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യാം, അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യേണ്ട നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. ഞാൻ ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനായി നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കോമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് കാര്യവും കമൻറ്റ് ചെയ്യാം. ഞാനൊരു 3 ഡേയ്സിൽ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു 3 ഡേയ്സ് കൂടി നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിലെല്ലാം കോമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയിട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻ, യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്ടെവർ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം. ഓക്കെ, 3 ഡേയ്സിൽ തന്നെ ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. നാളെ ഇടുന്ന വീഡിയോയിലും നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റന്നാളോ അതിൻ്റെ അടുത്ത ദിവസമായിട്ട് തന്നെ ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യും. യൂട്യൂബ് വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കോളിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്, റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഫ്രീ റീഡിങ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് ആരും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യില്ല. കാര്യം ഒരുപാട് മെസ്സേജ് എനിക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആകുന്നുണ്ട് കേട്ടോ.
അതൊരു പ്രശ്നം തന്നെയാണ്. സോ ആരും എനിക്ക് പേഴ്സണലി ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യരുത്. യൂട്യൂബിൽ അനൗൺസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ യൂട്യൂബിൽ തന്നെ അതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സായിട്ട് എപ്പോഴാണോ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷന് ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് നിങ്ങളുടെ പേര് സെലക്ട് ആകും എന്നാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. സോ വെയിറ്റ് ചെയ്യുക, റഷ് ചെയ്യാതിരിക്കുക. നമ്മൾക്ക് നോക്കാം അല്ലേ. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. 7 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് സോഡ്സ്, പേജ് ഓഫ് പെൻറ്റിക്കിൾ, പേജ് ഓഫ് സോഡ്സ്, ടെമ്പറൻസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, 6 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരുപാടുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ മാത്രമല്ല, ഞാൻ എൻ്റെ ഒരുപാട് റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. പുതുതായി എൻ്റെ റീഡിങ് കാണാൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒരു ചീറ്റിംഗ് എനർജി നമ്മൾക്ക് തേർഡ് പാർട്ടിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഒന്നിലധികം പ്രാവശ്യം ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും നെഗറ്റീവായിട്ടോ നമ്മൾക്കൊരു ട്രോമ തരുന്ന രീതിയിലോ മെൻ്റലി ഡൗൺ ആക്കുന്നൊരു സിറ്റുവേഷനോ ഫിസിക്കലി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വരുന്ന രീതിയിൽ വരെയും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തേർഡ് പാർട്ടിയായിട്ട് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും തേർഡ് പാർട്ടിയാണ്. ലോങ് ഡിസ്റ്റൻസ് തേർഡ് പാർട്ടിയായിട്ട് പറയാൻ പറ്റും. ഫാമിലി എതിർത്ത് നിൽക്കുന്നത് തേർഡ് പാർട്ടിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ തന്നെ ക്യാഷ് ബേസ് സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനോ ജോലി ഇല്ലാത്തതോ അതും നമ്മൾക്ക് ചില റിലേഷൻഷിപ്പിൽ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ആക്ഷൻ എടുക്കാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ അത് കാരണം മാരേജിലോട്ടൊന്നും പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയും ഈ ഒരു സെക്കൻഡ് പൈലിലും ചിലരുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞു തീർക്കട്ടെ, ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇത് റെസനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഒന്നിലധികം പ്രാവശ്യം ഈ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുകയും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തരികയും ഒന്നും കാണാത്തതുപോലെ അഭിനയിക്കുകയും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ടും അത് കാണാതെ പോയൊരു സിറ്റുവേഷനും കാര്യങ്ങളും വീണ്ടും വീണ്ടും ഈ പേഴ്സൺ എന്നാൽ തിരിച്ചു വരികയും ഈ വ്യക്തിക്ക് അവസരം വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരുപാട് പേര് ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും ഹെൽത്ത് ഇഷ്യൂ വരെ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ കുറേ കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സ്റ്റക്ക് ചെയ്ത് നിൽക്കാതിരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങൾ മെൻ്റലി ഓക്കെ ആയിട്ടിരിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കാനും ശ്രമിക്കുക. ഓക്കെ, ഈ പേഴ്സണ് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ എത്ര നാളത് സ്റ്റേബിളായിട്ട് പോകും എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഈ പേഴ്സണൽ സൈഡിൽ നിന്നും ഫുള്ളായിട്ട് നിങ്ങളെ വേണം അല്ലെങ്കിൽ ലൈഫ് ലോങ് വേണം എന്നത് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. കാണണം, സംസാരിക്കണം, ചിലരുടെ കേസിലൊരു ടൈം പാസ് എന്ന രീതിയിലോ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലും കാണാൻ പറ്റുന്നുണ്ട്. അല്ലാതൊരു മാരേജ് എൻഗേജ്മെൻറ്റ് എന്ന രീതിയിലോ ഒരുമിച്ചൊരു ഫ്യൂച്ചർ എന്ന രീതിയിലോ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തി പാവമാണ്, പക്ഷേ വേറെ പല ആൾക്കാരും നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു ഫെമിനൈൻ എനർജി. സോ നിങ്ങളുടെ വ്യക്തി വേറെ പല ആൾക്കാരുടെയും കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പ്രത്യേകിച്ചും ഒരു ഫെമിനൈൻ എനർജി ആ പേഴ്സൻ്റെ മദർ ആകാം, അല്ലെങ്കിൽ സിസ്റ്റർ ആകാം, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, ജോലിസ്ഥലത്തെ ആരെങ്കിലും ആയിരിക്കാം. സോ ഒരു ഫെമിനൈൻ എനർജി നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഹീലാകാൻ ശ്രമിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നിങ്ങൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകുന്നു. നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും ഈ വ്യക്തിൻ്റെ അടുത്ത് പറയാൻ ആ പേഴ്സൺ മനസ്സിലാക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനും നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ തന്നെയാണ്, ഒരു ട്രോമ തരുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, മാനിഫേസ്റ്റ് ചെയ്യാം. ഈ സെക്കൻഡ് പൈൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യുക എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്.
നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ കരിയറിൽ ഫോക്കസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്കിപ്പോൾ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ്. ഇനിയും ടൈം വേസ്റ്റ് ചെയ്യരുത്. ഈ പേഴ്സണ് ഇപ്പോൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വെച്ചിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ പേഴ്സണ് കർമ്മ കിട്ടുന്നൊരു സമയം ഉണ്ടാകും എന്നതാണ്. ഓക്കെ, സോ പലരും ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകേണ്ട ഒരു സമയമായിട്ടുണ്ട്. വളരെ ചുരുക്കം പേർക്ക് റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കും. ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 3 മാസം, നിങ്ങളിപ്പോൾ ഈ റീഡിംഗ് കാണുന്നു, അതിന് ശേഷമുള്ള 90 ദിവസം, ഓക്കെ, 90 ദിവസത്തിനുള്ളിൽ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് പേരുടെ എനർജി വരുന്നുണ്ട്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കുറേ സ്റ്റോറീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഓരോ കാർഡും ഓരോ കഥ പറയുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥ പറയുന്ന സിറ്റുവേഷൻസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം, ജോലിപരമായോ വേറൊരു സ്ഥലത്തേക്കൊക്കെ മാറണം എന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. 6 മാസത്തിൽ നിങ്ങൾക്ക് ജോലിയിലൊരു മാറ്റമോ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനോ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ട്, നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ളൊരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങളുടെ ഫ്യൂച്ചർ, കരിയർ, എക്സാംസ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ക്യാഷ് വേസ് കാര്യത്തിൽ കുറേയും കൂടി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയി സ്റ്റേബിൾ ആകുന്നൊരു സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്താൽ ഓക്കെ ആകും എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനോ ഞാൻ ഈ ഒരു സെക്കൻഡ് പൈലിൽ പറയില്ല. യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. ഈ പേഴ്സണെ പറ്റി ഒരുപാട് ഓർത്തിരിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. ഞാൻ പറഞ്ഞു ഓൾറെഡി 3 months ആണ് എനിക്കിവിടെ സമയം കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. ഏഞ്ചൽ നമ്പേഴ്സ് ഇവിടെ 666 ആണ് എനിക്കിവിടെ എടുത്തു കാണിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുക, അതാണ് ഏറ്റവും നല്ലത്. 777 കാണിക്കുന്നു. നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ടാകും. ചിലപ്പോൾ അത്രയ്ക്ക് ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വരും. നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും, ഫോർ ഷുവർ ആണ്. പലരും ചോദിക്കും എനിക്ക് സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്ത് വരാൻ പറ്റൂ. ഉറപ്പായിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കും. സോ റീകൺസിലേഷൻ നടക്കട്ടെ. ഒരു ടോക്സിക് അല്ലാന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ നടക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇവിടെ ഒരു 3 monthsൽ അറിയാൻ സാധിക്കും. ഇത് റിസനേറ്റ് ആകാത്തവർ തീർച്ചയായിട്ടും ഫസ്റ്റ് പൈൽ കണ്ടു നോക്കാം. വളരെ പോസിറ്റീവായിട്ടും നിങ്ങൾക്ക് ഓരോ കാർഡ്സ് അതിലെ കണ്ടാൽ മനസ്സിലാകും. കുറച്ചെങ്കിലും ടാരോ റീഡിംഗ് കാണുന്നവരാണെങ്കിൽ അത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മൾക്ക് ഫസ്റ്റ് പൈൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അതേപോലെ തന്നെ ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കോമെൻറ്റ് ചെയ്യുക. അതിൽ നിന്നും ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കോമെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻ, ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി, അങ്ങനെ യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, വാട്ടെവർ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. അതിൽ നിന്നും 2 പേരെയോ ചിലപ്പോൾ അതിൽ കൂടുതലോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ 3 ദിവസത്തിൽ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ്റെ. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 days ഒക്കെ ആവാറായിട്ടുണ്ട്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം, എത്രയാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം തന്നെ. അതേപോലെ തന്നെ കോളിംഗ് സ്ലോട്ടും ഉണ്ട്, റേക്കി ഹീലിംഗ് സ്ലോട്ടും ഉണ്ട്. അതും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അല്ലാതെ ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമെന്ന് ചോദിച്ചാൽ ആരും എനിക്ക് മെസ്സേജ് അയക്കരുത്. കാര്യം പേയ്മെൻറ്റ് ചെയ്തവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഒരുപാട് ആരിലും ഒരു അഡിക്ഷൻ പോലെ നമ്മളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു സെക്കൻഡ് പൈലിൽ പലരും ചീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, ഹീൽ ചെയ്യുക. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, പാസ്റ്റ് ലൈഫ് ട്രോമ, മേ ബി മാസങ്ങൾക്ക് മുൻപോ വർഷങ്ങൾക്ക് മുൻപോ നടന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. റീസെൻ്റ് ആയിട്ടൊരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ് ഒക്കെ പോയിട്ടുള്ളതായിരിക്കാം. വാട്ടെവർ നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്മൂത്ത് ഗോയിങ് ആയിക്കോട്ടെ, അതിൽ പോലും ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം. സോ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഓക്കെ,
സോ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ സ്ട്രോങ് ആണ്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരു സ്പിരിച്വൽ വെയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. എല്ലാം ക്ഷമയോടുകൂടി മുന്നോട്ടേക്ക് കൈകാര്യം ചെയ്യുക. പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് വഴക്കിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാതെ ഇരിക്കുക. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലുണ്ടാകും. നിങ്ങൾക്ക് നേരിട്ട് കാണാനും സാധിക്കും. ഓക്കെ, ആ സമയത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാവാതിരിക്കുക. ഒരു 2 മന്ത്സിലൊക്കെയും ഒരു 2 വീക്സ് 2 മന്ത്സ് സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും ഉള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. സോ ടേക്ക് കെയർ, ബൈ.